വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും രുചി ഓണത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല പുളിയിഞ്ചിയൊക്കെ വെച്ച് നമ്മുടെ പ്രേക്ഷകരെ നന്നായിട്ട് കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ അതുപോലെ ഒന്ന് കൊതിപ്പിച്ചെടുക്കാൻ പറ്റിയ ഭാഗത്തിൽ സദ്യക്ക് ഒരുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് പറഞ്ഞുതരോ? നമ്മൾ മത്തങ്ങ എരിശ്ശേരി. അതിന് വളരെ സിമ്പിളാണ്. മത്തങ്ങ, കുറച്ച് പയറ്, കുറച്ച് തേങ്ങ, പിന്നെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, കടുക് ഐറ്റങ്ങൾ. അതെ, അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മെയിൻ സാധനം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കും. നമ്മൾ പംകിൻ ഇട്ടു. അതെ, ഒരു കുറച്ച് സവാള ഇട്ടു ബോയിൽ ചെയ്യുന്നതിന് മുമ്പ്. ഉപ്പിട്ട് കൊടുക്കണം ബോയിൽ ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, ആ കളർ ഒന്ന് കറക്റ്റായിട്ട് നമുക്കത് വേവിക്കുമ്പോൾ തന്നെ കിട്ടാനായിട്ട്. ഓക്കെ, ഇത് വളരെ വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും. കാരണം മത്തങ്ങ ആയതുകൊണ്ട് നല്ല ചൂടുവെള്ളത്തിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് റെഡി. അതാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യാം? ഇനി നമ്മൾ ഇതിനെ മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതിന്റെ മെയിൻ പരിപാടി കടുക് വറുക്കാനുള്ള, നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കടുക് വറുക്കാനുള്ള മാത്രം. വീട്ടിൽ ഇന്ന് വരെ ഒരു തവണയെ എൻ്റെ തുടങ്ങിയ സമയത്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ വിശ്വാസം എൻ്റെ അമ്മ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കുക്കിംഗ് എന്നാണ് കൈപ്പണ്യം തോന്നുന്നത്. അതുകൊണ്ട് എന്നോട് ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ജോബാണ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടുകാർ വെച്ച് തരുന്ന ഭക്ഷണത്തിനോട് പ്രിയം കൂടും. ഓക്കെ, ഇനി കറിവേപ്പില ഇനി കുറച്ച് ചെറുള്ളി കിട്ടും. മതി. ഇനി കുറച്ച് ഞാൻ തന്നെ എല്ലാം വെക്കോട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ, വറുത്തെടുക്കാൻ വേണ്ടിയാണേ. നമ്മുടെ തേങ്ങ നല്ല മൂത്ത് പാകമായെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കിട്ടി കേട്ടോ. നല്ല ആ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മൾ ഇനി ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിന് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കാം. ആ പയറിനൊന്ന് ഇട്ട് നല്ലപോലെ കൊടുത്തിട്ട് അപ്പം നമ്മുടെ എരിശ്ശേരി ഒന്ന് റെഡിയായി. നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിക്കും. ഇനി കുറച്ച് കറിവേപ്പില. ഇനി കുറച്ച് മുളക് പെട്ടെന്ന് ഒന്ന് താളിച്ചെടുത്തു. അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കായി. എന്നിട്ട് അതെ, എന്നിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് കണ്ടോ, ഒരു നല്ലൊരു ഗ്ലേസും എല്ലാം വന്ന് നല്ല ഭംഗിയുള്ള എരിശ്ശേരി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടോ. സൂപ്പർ, അടിപൊളി. ചുമ്മാ അറിയാല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറിന് വേണ്ടിയിട്ട്.
നമ്മുടെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ നമ്മളൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ ഒഴിച്ചാൽ കുറച്ചുകൂടി അതിൻ്റെ രുചി ഒന്ന് കൂടും. നമ്മുടെ മത്തങ്ങ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നമസ്കാരം.